എൻ്റെ മുടി ഫുള്ള് പൊഴിഞ്ഞു പോയി കണ്ടോ. ഇതെന്താണ്, എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഫുള്ള് പൊഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെ ഐസ് ക്യൂബ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഉടനെ ഇടാം. കുറേ വീഡിയോ മിസ്സായി. അമ്മൂൻ്റെ കല്യാണത്തിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്മൂൻ്റെ ഹൽദി അതൊക്കെ മിസ്സായി. ആ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. എൻ്റെ മൈക്ക് കാച്ചു നശിപ്പിച്ചു. ശരത്തെ ശരത്തിന്റെ കല്യാണം നമ്മള് പോകുന്നത് പറയരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചേട്ടൻ അറിയാലോ വഴി. നല്ല വഴി എല്ലാത്തിലും ഓപ്പർച്യൂണിറ്റി കണ്ടാ തന്നെ വീഡിയോ എടുക്കുമ്പോ മനസ്സിലായോ. അവന്റെ വീഡിയോസ് കാണാറുണ്ട്. മറ്റേ കറുത്തിട്ട് പുളിച്ചേർത്ത് സെർച്ച് ചെയ്തോ പുളിച്ചേർത്ത്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ചേട്ടാ ഈ കടയുടെ പേര് എന്താ? റെജില ഹോട്ടൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വരുന്ന സ്പോട്ട് ഏതാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. റെജില ട്രിവാൻഡ്രത്തുള്ളവർക്കെല്ലാം അറിയാൻ തോന്നും. മട്ടൻ, നൈസ് മട്ടൻ കിട്ടുന്ന സ്പോട്ടാണ്. നമുക്കൊന്ന് പോവാം. കറി 2 മട്ടൻ കറി, 1 ഫ്രൈ, പിന്നെ റോസ്റ്റ് 1 മട്ടൻ റോസ്റ്റ്. അതെ ചേട്ടാ, അത് സംഭവം മറ്റേ ഇത് ആദ്യത്തെ പില്ലർ പോയിന്റിൻ്റെ 2 പേരും ഉള്ളത്. ശരി ശരി. തിന്നാതെ എങ്ങനെ എന്തായിരുന്നു? മട്ടൻ കറി. ഇതൊരു മട്ടൻ ഫ്രൈ. റോസ് മിൽക്ക് കൂട്ടാൻ കഷ്ടപ്പെടുന്ന ശരത്. റോസ് മിൽക്കല്ല, മുഹബത്ത് കാ സർബത്ത്. മുഹബത്തിന് വേണ്ടി ഈ സർബത്ത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മുഹബത്ത് കാ സർബത്ത്. പറ, എൻ്റെ ശരത്ത് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു? ആർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പറ. അത് പക്ഷേ ജനങ്ങൾ കാണട്ടെ. അങ്ങനെ ഇന്ന് ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. ഇര വിഴുങ്ങിയ പാമ്പ് പോലെയായി. എന്ത് നിങ്ങളെല്ലാം സീരിയസ് ആയിട്ടിരിക്കണേ? നിന്റെ ഇര വിഴുങ്ങിയ കോമഡി കേട്ട് അങ്ങനെ നല്ല അടിപൊളി പൊറോട്ടയും മട്ടൻ കറിയും. മട്ടൻ ചാപ്സ് ആണ് രണ്ടാമത് ഓർഡർ ചെയ്ത സാധനം. അത് റോസ്റ്റ്, മട്ടൻ റോസ്റ്റും
മട്ടൻ ഫ്രൈയും ഒക്കെ കഴിച്ച് ഒരു സുലൈമാനിയൊക്കെ കുടിച്ച് ശരത്ത് മുഹമ്മദിന്റെ സർബത്തും കുടിച്ച് മുഹമ്മദിന്റെ സർബത്തല്ല മുഹമ്മദ് കാ സർബത്തും കുടിച്ചിട്ട് ഞങ്ങളിതാ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലെ കുട്ടി കുട്ടി വ്ളോഗ് ഇടാം, അതായത് ഒരുപാട് ലെങ്ത് ഉള്ള വ്ളോഗൊക്കെ ചെയ്താലും നിങ്ങളാരും കാണാനൊന്നും പോണില്ല. ലെങ്തുള്ള വീഡിയോസ് ഇല്ലാത്തത് ആരും കാണില്ല. അതെന്ത് വർത്താനം? എന്റെ വീഡിയോ ഒക്കെ എല്ലാരും കാണും. എന്റെ വീഡിയോ ഇപ്പൊ തന്നെ 100-110 വ്യൂസ് ആയി ഇന്നലെ ഇട്ട വീഡിയോ. അങ്ങനെ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് ഇതൊക്കെ ഈ പറയുന്നതും കളിയാക്കുന്നതൊക്കെ നിങ്ങൾ മാറ്റി പറയിക്കണം. ആൾക്കാരൊക്കെ പലതും പറയും. എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ, ടാറ്റ, ബൈ ബൈ. സഹകരിക്കൂ, ബൈ പറയൂ. ബൈ ആണ് ബൈ. ഓക്കെ, നമ്മ സീനാണ്.